അബ്രഹാം ലിങ്കൺ സർ, ഇന്നു നിങ്ങളുമായിരുന്ന് സംസാരിക്കുന്നത് വലിയൊരു ബഹുമതിയാണ്. നിങ്ങളുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി ഏതായിരുന്നു? നന്ദി അനൂപ്. രാജ്യത്തെ അടിമത്തം യുദ്ധവും വിഭജിച്ചിരുന്ന ആ കാലത്ത് നേതൃത്വം നൽകുക തന്നെയായിരുന്നു ഏറ്റവും വലിയ പരീക്ഷ. ഓരോ തീരുമാനവും ഭാരമുള്ളതായിരുന്നു. ഐക്യവും നീതിയും നിലനിർത്തേണ്ടതാണെന്ന് എനിക്കറിയാമായിരുന്നു, ചെലവെത്ര വലിയതായാലും. സൗമ്യതയും കരുണയും നിറഞ്ഞ നേതാവായി നിങ്ങളെ ലോകമോർക്കുന്നു. ആഭ്യന്തരയുദ്ധത്തിന്റെ കാലത്ത് പ്രത്യാശയെ എങ്ങനെ ജീവനോടെ നിലനിർത്തി? പ്രത്യാശയായിരുന്നു എന്റെ അടിത്തറ. സ്വാതന്ത്ര്യത്തിൽ പിറന്ന ഒരു രാഷ്ട്രം സമത്വത്തിലേക്ക് നീങ്ങണം എന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അനിദ്ര രാത്രികളേറെയുണ്ടായിരുന്നു. പക്ഷേ ലക്ഷ്യം വേദനയേക്കാൾ മഹത്തായതിനാൽ മനസ്സു പിടിച്ചുനിന്നു. ജ്ഞാനത്തിനും ശക്തിക്കും സമാധാനത്തിനും ഞാൻ പ്രാർത്ഥിച്ചു. ഇന്നത്തെ യുവനേതാക്കളോട് നിങ്ങൾക്ക് പറയാനാവുന്ന പ്രധാന ഉപദേശം എന്താണ്? സിദ്ധാന്തങ്ങളിൽ ഉറച്ചാണാവുക, പക്ഷേ സംസാരത്തിൽ വിനീതരാവുക. അഭിമാനത്തിലല്ല, സേവനത്തിലൂടെയാണ് നേതൃത്വം വളരുന്നത്. കേൾക്കാനും പഠിക്കാനും കഠിനമായാലും ശരിയായതിന്റെ പക്ഷത്ത് നിൽക്കാനും ഒരു നേതാവ് തയ്യാറാവണം. സ്വാതന്ത്ര്യവും മാന്യതയും എല്ലാ മനുഷ്യർക്കും തന്നെ. ദൈവവിശ്വാസം നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഏത് രീതിയിൽ സ്വാധീനിച്ചു? ദൈവം നമ്മുടെ പക്ഷത്താണോ എന്നതാണ് എന്റെ പ്രധാന ചിന്തയില്ല. ദൈവത്തിന്റെ പക്ഷത്തായിരിക്കണമെന്ന് ഉറപ്പാക്കലാണ് എന്റെ വലിയ ആശങ്ക. കാരണം ദൈവം എപ്പോഴും ശരിയാണ്. നന്ദി ലിങ്കൻ സാർ, നിങ്ങളുടെ വാക്കുകൾ ഇന്നും ഊർജം പകരുന്നു. നന്ദി സുഹൃത്തേ.